ഇന്ന് നമ്മളൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ് റെഡിയാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കു വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നത്. ചിക്കുവിൻ്റെ ഒക്കെ സീസണൊക്കെ വരുന്ന സമയത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് മീഡിയം വലുപ്പത്തിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ചിക്കുവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനുള്ള അളവുണ്ടാവും ഇത്. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, കാരണം ചിക്കു എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊരു കോസ്റ്റ്ലിയാണ്. പക്ഷെ നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ സീസൺ വരുന്ന സമയത്ത് വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ, അധികം വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അങ്ങ് കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്തിട്ടുള്ള ചിക്കു തന്നെ ആയിരിക്കണേ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ തേന് ചേർക്കുന്നുണ്ട്. തേനും ഈ പറഞ്ഞതുപോലെ കൂടി പോവരുത്. തേൻ ഇതിലുണ്ടോ ഇല്ല എന്നുള്ള ഒരു ഡൗട്ടിലായിരിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ തന്നെ മതിയാകും ഈ ഒരു അളവിലേക്ക്. പിന്നെ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. അതും നമ്മൾ തേൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാടായി പോകരുത്. പക്ഷേ ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഇത്തിരി ചെറുനാരങ്ങ നീരോടി ഉണ്ടെങ്കിൽ. പക്ഷെ അതിൻ്റെ അളവ് കൂടിപ്പോയാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആ ഒരു പുളിയൊക്കെ കുറച്ച് മുൻപിൽ നിൽക്കും. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒരു 2 കപ്പ് വേണം. അപ്പം ഞാനിവിടെ നല്ല ഐസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതായത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ടുള്ള നല്ല തണുത്ത വെള്ളമാണിത്. എപ്പോഴും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ആ തണുപ്പിൽ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ 2 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ കൂടുതലാണോ എന്ന് തോന്നും. കൂടുതലൊന്നും ആവില്ല കേട്ടോ, കാരണം നമ്മൾ ഈ ഒരു ചിക്കു ഡ്രിങ്ക് എന്ന് പറയുന്നത് നല്ല ലൈറ്റായിട്ട്, അതായത് സാധാരണ ജ്യൂസൊക്കെ പോലെ അത്രയ്ക്കൊരു കട്ടിയിലല്ല, നല്ല അധികം കട്ടിയില്ലാത്ത രീതിയിലുള്ള നല്ലൊരു എളുപ്പത്തിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അത്യാവശ്യം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നോട്ടെ. റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അരിച്ചിട്ടൊന്നുമില്ല. അരിക്കാതെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊരു കട്ടിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അരിക്കാതെ നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു ചിക്കുവിൻ്റെ തരിതരിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എന്ന് പറയുന്നത് ഇതൊന്നങ്ങ് അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു വെള്ളം പോലെ കിട്ടും. അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ജ്യൂസ് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു വെള്ളമായിട്ടാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ ഇനി ചിക്കു കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള ഡ്രിങ്ക് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഐസ് ക്യൂബ്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, കാരണം സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മളെ ജ്യൂസിന് നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്